ഹലോ, ഈ സ്ലേറ്റൊക്കെ ഉണ്ടാക്കാൻ ഇത്രയൊക്കെ പണിയുണ്ട് എന്നുള്ളത് ഇപ്പോൾ അത് കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഏതായാലും നല്ല നല്ല സ്ലേറ്റുകൾ നമ്മളെ കുട്ടിക്കാലത്തൊക്കെ ഒരു സ്ലേറ്റ് കിട്ടാൻ ഇവരുണ്ടാക്കിയതിനെക്കാട്ടിയും കഷ്ടപ്പെട്ടു. എന്നിട്ടും നമുക്കൊരു സ്ലേറ്റ് തയ്ച്ചുള്ളത് കിട്ടിയില്ലേ. ഒന്നുകിലും മൂട് പൊട്ടിയത്, അല്ലെങ്കിൽ മൂല പൊട്ടിയത്, ബാഗ് മാതിരിയുള്ളത്, അല്ലെങ്കിൽ ചട്ട കേടുന്നത്, ഇങ്ങനെയൊക്കെ ആരെങ്കിലും വല്ല വീഡിയോൻ്റെ ബാക്കിലൊക്കെ ഒഴിച്ചിട്ടത് കിട്ടിയാൽ അതുകൊണ്ട് ഇപ്പോൾ നമ്മളൊക്കെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു പൊട്ട കൊണ്ട് തന്നെ സ്ലേറ്റ് എഴുതാനും ഇട്ടിട്ടുണ്ട്. ഇപ്പോഴാണ് ഈ സ്ലേറ്റ് ഇങ്ങനെയൊക്കെയാണ് വരച്ചുണ്ടാക്കാൻ കുറേ പണിയൊക്കെ ഉണ്ട്. പക്ഷെ ഇതിലേറെ പണിയായിരുന്നു ഞമ്മക്കാവുന്ന കിട്ടാൻ. ഏതായാലും ഇപ്പോഴത്തെ കുട്ടികൾക്ക് പിന്നെ സ്ലേറ്റിൻ്റെ ആവശ്യമില്ല, 1-ാം ക്ലാസ്സിൽ നിന്ന് തന്നെ ബുക്കാണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഈ കുട്ടികൾക്കാവൊന്നും വല്ലാതെ അറിയില്ല. ഈ സ്ലേറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് നിലയും മുളിയും കൂട്ടിക്കാണ്ട് മദർസക്ക് സ്കൂൾക്ക് പോകാതെ നിൽക്കണം. വാങ്ങിത്തരാൻ മറ്റൊരിടത്ത് കായ് വേണ്ടേ. കിട്ടണ ₹1 ചില്ലാനം തന്നെ വാങ്ങാൻ തയ്യില്ലെന്ന ആ കാലഘട്ടത്തിൽ. ഏതായാലും ഇന്നും ആ സ്ലേറ്റ് ഇങ്ങനെ കാണുമ്പോഴേ ഒന്നും കൂടി മദർസക്ക് സ്കൂൾക്കോട്ട് പോയാലും അതൊക്കെ ഒന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തോന്നും. ഇത് ഉണ്ടാക്കാൻ ചില്ലറ പണിയൊന്നുമല്ല. അപ്പോൾ അന്ന് നമുക്കിതിനെ പറ്റി അറിയില്ലേന്ന്. ഉണ്ടാക്കിയിട്ട് എന്നിട്ട് ഈ സ്ലേറ്റ് നമുക്ക് കിട്ടണമെങ്കില അത് അതിലേറെ പണിയുന്നു. പെരയിന്ന് സ്ലേറ്റ് ഇല്ലാതെ സ്കൂൾക്ക് പോകാൻ അടി, സ്ലേറ്റും ഇല്ലാതെ സ്കൂൾക്കാണ് ചെന്നാൽ മാസ്റ്റേക്കുന്ന അടി. ഇതിൻ്റെ രണ്ടിനും നടുവിൽ കിടന്നുകൊണ്ട് കുറ്റൂരും കൂടേരും കൊയ്ത്ത് ചെറുമി നടുവ് കിടന്നു പോയെന്ന് പറഞ്ഞ മാതിരി നമ്മളാകെ അതിൻ്റെ അടിയിൽ കിടന്നുകൊണ്ട് ആകെ നട്ടം തീരില്ലേന്ന്. അപ്പോൾ ഇങ്ങനെയാണ് സ്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട് കുട്ടികളെ. ഇതൊക്കെ ഒന്ന് കണ്ടോളി. ഞങ്ങളെ കുട്ടിക്കാലത്തൊക്കെ ഈ സ്ലേറ്റിലാണ് ഞങ്ങൾ എഴുതി പഠിച്ചത്. അത് തന്നെ ഞങ്ങൾക്ക് കിട്ടാനും പറ്റില്ലേന്ന്. കിട്ടാതെ ഒരു ദിവസം ഞാൻ എങ്ങനെയെങ്കിലും ഒരു കൂട്ടിയാണ്ട് ജില്ലാനം വാങ്ങൽ ക്യാൻസൽ ചെയ്ത് കണ്ട് പോലൊരു സ്ലേറ്റ് വാങ്ങി തന്നാൽ അത് എങ്ങനെയെങ്കിലും കട്ടക്കാലത്തിന് വൈകുന്നേരമാകുമ്പോൾ തന്നെ പൊട്ടിയിട്ടുണ്ടാവും. പിന്നെ 6 മാസത്തിന് സ്ലേറ്റ് കിട്ടുമോ? എന്നാൽ സ്കൂൾക്ക് പോയില്ലെങ്കിൽ പെരയിൽ നടി, സ്കൂൾക്ക് ചെല്ലുമ്പോൾ സ്ലേറ്റ് ഇല്ല അവിടുന്ന് അടി. ഇതിൻ്റെ രണ്ടിനും നടുവ് കിടന്നുകൊണ്ട് ആകെ സ്വീപ്പാകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നത്തെ കുട്ടികളോട് ഇപ്പോൾ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓൽക്കോട്ട് സ്ലേറ്റ് എന്താണെന്ന് അറിയുമെന്ന് എനിക്കറിയില്ല. കാരണം ഒറ്റ കുട്ടീൻ്റെ ബാഗിൽ ഒരു സ്ലേറ്റ് ഞാൻ ഇപ്പോൾ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. ഓലൊക്കെ ഇപ്പോൾ ബുക്കും എന്നിട്ട് എന്തൊക്കെ പേര് പറയാൻ പറ്റാത്ത തൊള്ളി കിട്ടാത്ത പേരിലുള്ള കുറേ പേന, ഓല് വിചാരിച്ച കമ്പനീൻ്റെ പെന്ന് തന്നെ വേണം, അതല്ലെങ്കിൽ ഓല് പോവില്ല. ഓല് വിചാരിച്ച ബാഗ് വേണം, അതില്ലെങ്കിൽ ഓല് പോവില്ല. ഓൽക്ക് വിചാരിച്ച ചെരുപ്പ് വേണം, ഷൂ വേണം, യൂണിഫോം വേണം. എന്ത് യൂണിഫോം അന്ന് മൂട് കീറിയ ട്രൗസറോ അല്ലെങ്കിൽ കുപ്പായത്തിന് കൊടുക്കില്ലാത്തൊരു കുപ്പായോ കിട്ടിയാൽ വലിയ കിട്ടൽ. അതുതന്നെ കിട്ടിയിട്ട് വല്ല തുമ്പാരോട്ട് കെട്ടിയിട്ട് ഇങ്ങനെ ആ സ്ലേറ്റും മറ്റേ സ്റ്റാറിങ് ആക്കിയിട്ട് ഇങ്ങനെ ബസ് വിട്ടുകാണ്ട് ഒരു പോക്കാണ്. അതിനേനെ ഒരു പൊട്ട സ്ലേറ്റ് കിട്ടണമെങ്കിലുള്ള ഒരു പാള് ചില്ലറൊന്നല്ലേ. അതൊന്നും ഇപ്പോൾ ഇന്നത്തെ കുട്ടികളോട് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. നമ്മൾ അന്നത്തെ ഒരു അഭിപ്രായം പറഞ്ഞാണ്. അന്നത്തെ ദാരിദ്ര്യമൊന്നുമില്ല. ഇന്ന് കുട്ടികൾക്ക് അതിനെ പറ്റിയൊന്നും അറിയില്ല. സ്കൂളിൽ ചോറും സാമ്പാറും കൂട്ടാനും ഉപ്പേരിയും ഒക്കെ ഉണ്ടായാലും ആ ചോറ് വേണ്ട, ഞങ്ങൾക്ക് ഇവിടുന്ന് പെരിയുന്നു വേണം ചിക്കൻ പൊരിച്ചതും ചോറും നിറഞ്ഞുകാണ്ട് അത് പാക്കറ്റാക്കിയിട്ട് പാത്രത്തിലാക്കി കൊണ്ടുപോകുന്ന കുട്ടികളാണ്. നമ്മൾ പോയിൻ്റെ കാലത്ത് ആ പുമാവ് തന്നെ ഒന്ന് കിട്ടിയെങ്കിൽ മതിയെന്ന്. അത് കിട്ടിയാൽ തന്നെ പൈപ്പ് കെട്ടിയിരുന്നു. അത് തിന്നുകാണ്ട് ആ പൈപ്പിൽ നിന്ന് വെള്ളം കുടിച്ചിക്കാണ്ട് കുത്തർന്നതിൻ്റെ ഒരു കാലം ഉണ്ടായി. കാരണം 1.5 കിലോമീറ്റർ നടക്കണം അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇന്നത്തെ മാതിരി വണ്ടിയില്ലല്ലോ. ഇന്ന് 1/2 കിലോമീറ്റർ പോകണമെങ്കിലും കുട്ടിക്ക് വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടാവും. അന്ന് നമുക്കൊരു സൈക്കിളിന് പറ്റില്ലാത്ത കാലല്ലേ. അപ്പോൾ അതൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും കുട്ടികളെ നിങ്ങളെ സ്ലേറ്റ് ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് കണ്ടപ്പോൾ ഞാനതൊരു അത്ഭുതത്തിൽ ഇങ്ങനെ വിട്ടതാണ്. കുട്ടിക്കാലത്ത് പോച്ചോടെ ഈ സ്ലേറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ കണ്ടപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൊണ്ട് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ.